നമ്മൾ തണുത്ത ഒരു വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിൽ മുക്കിയ ഒരു കട്ടി തുണിക്കഷ്ണമോ അല്ലെങ്കിൽ ഒരു കർച്ചീഫോ അല്ലെങ്കിൽ ടർക്കി ടവലോ എന്തെങ്കിലും വെച്ച് ഒരു 5-10 മിനിറ്റ് നല്ലവണ്ണം അമർത്തി പിടിക്കുക എന്നുള്ളതാണ് ആ പോയിൻ്റ്. അത് ചതവിന് നല്ലതാണ്. ഈ തണുത്ത വെള്ളം വരുമ്പോൾ നീര് കുറച്ച് കുറയും, നീരടിക്കുന്ന ചാൻസ് കുറയും, അവിടെയുള്ള വേദനയും പ്രയാസവും കുറച്ച് കുറയും. അതിൻ്റെ കൂടെ ഉള്ളിൽ ബ്ലീഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ വീർത്ത് നീല നിറമാകുന്നത്. അപ്പോൾ അതിൻ്റെ ചാൻസും കുറയും. അപ്പോൾ ഒരു ഫേം പ്രഷർ, ഇപ്പോൾ ഇവിടെയാണ് ചതഞ്ഞ ഭാഗമെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ അമർത്തി പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ തുണി കൊണ്ട് അമർത്തി കുറച്ച് നേരം പിടിച്ചു, ഇതിന് തണുപ്പും മാറി നമ്മൾ തോന്നുന്നത് ഒന്നുകൂടെ മുക്കി പിഴിഞ്ഞ് തണുപ്പോട് കൂടി ഇങ്ങനെ ഞെക്കി പിടിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ആശ്വാസവും കിട്ടും, അതിൻ്റെ കൂടെ അതിന് വരുന്ന കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും. പിന്നെ തലയിലാണ് തട്ടി എന്ന് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അടുത്തുള്ള കുറച്ച് 2 ദിവസത്തേക്കൊക്കെ അതിനെ നിരീക്ഷിക്കണം. ഐഡിയലി ഒരു ഡോക്ടറെ കണ്ടാൽ നല്ലതാണ്. കാരണം ഡോക്ടർ ഒന്ന് ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോഴേക്കും ഈ ഹെഡ് ഇഞ്ചുറി എന്നൊരു വാക്കുണ്ട്, നമ്മൾ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വാക്കാണ് ഹെഡ് ഇഞ്ചുറി. ഹെഡ് ഇഞ്ചുറി എന്നത് തലയിൽ നേരിട്ട് പരിക്കെന്നല്ല അർത്ഥം. ഈ വീണത് കൊണ്ട് ഒരു ക്ഷതം ബ്രെയിനിന് ഏറ്റിട്ടുണ്ടോ, തലച്ചോറിന് ഏറ്റിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ആ വാക്കാണ്, അതിനാണ് നമ്മൾ ഈ ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. കുട്ടിയുടെ ഈ കൃഷ്ണമണിയുടെ റിയാക്ഷൻ എങ്ങനെയാണ്, പിന്നെ അതുപോലെ കുട്ടിയുടെ ബ്രീതിങ്, ശ്വാസോച്ഛ്വാസം എടുക്കുന്ന റെഗുലാരിറ്റി എങ്ങനെയുണ്ട്, അതിൻ്റെ അലേർട്ട്നെസ്, ആ കുട്ടിയുടെ എത്രത്തോളം ഉണർവ് അത് കാണിക്കുന്നുണ്ട്, മയക്കമുണ്ടോ, പിന്നെ കുട്ടിക്ക് ഛർദി തുടങ്ങുന്നുണ്ടോ,